ഹലോ. അപ്പോൾ ഇന്ന് എനിക്ക് ചെറിയ എക്സ്പീരിയൻസുകളൊക്കെ കിട്ടിയിരുന്നു എൻ്റെ നഴ്സിംഗ് ലൈഫിൽ. അപ്പോൾ അതിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസും നഴ്സിംഗ് സ്റ്റാഫും ഡോക്ടേഴ്സും തമ്മിൽ എന്തെങ്കിലും വേർതിരിവ് കാണിക്കാവോ? എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ പാടില്ല. അതായത് നഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ട് തന്നെയാണ് അവർ എക്സാം എഴുതി പാസ്സായി പിന്നെ അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിലോട്ട് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പ്രാക്ടിക്കൽ വാർഡിൽ നിന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അതായത് ഒരു വലിയ വാർഡായിരുന്നേ. ഒരു 40-40 പേഷ്യൻസ് എങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ പേഷ്യൻസിൻ്റെയൊക്കെ BP, പൾസ്, റെസ്പിറേഷൻ, അതുപോലെ തന്നെ ഷുഗർ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഒരു വാർഡിൽ നഴ്സിംഗ് സ്റ്റാഫ് ഒഴിച്ചിട്ട് 2 സ്റ്റുഡൻസാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിത് മൊത്തം ഓടി നടന്ന് നോക്കി എല്ലാ പണിയും കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സുമാരോ വരുന്നത്. പിന്നെ ഞങ്ങളുടെ തലയിൽ കയറൽ തുടങ്ങും. ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഞാൻ വാർഡിൽ എല്ലാ പേഷ്യൻസിൻ്റെ എല്ലാ കെയറും കഴിഞ്ഞു, ഓടി നടന്ന് എല്ലാ കെയറും ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ടൈമിൽ തന്നെ പേഷ്യൻസിനെ പ്രസൻറ്റ് ചെയ്യണം, ഓരോ കണ്ടീഷൻ എടുത്ത് അങ്ങനെ ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ഏതെങ്കിലും ആളില്ലാത്ത, അതായത് പേഷ്യൻ്റ് ഇല്ലാത്ത റൂമിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച് ചാർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് അത് നോക്കുന്ന ഒരു ടൈമുണ്ട്. മിസ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ട്. അപ്പോൾ എനിക്കും അതുപോലെ ഒരു എന്താ പറയുക, പ്രസൻറ്റേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് ഞാൻ അന്ന് പ്രസൻറ്റേഷന് വേണ്ടി ഒരു റൂം തിരഞ്ഞെടുത്ത് എല്ലാം പ്രിപ്പയർ ചെയ്ത് മിസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, എനിക്കൊരു പണി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സ്പീഡിൽ ചെയ്ത് തീർക്കും. എങ്ങനെയും നല്ല നീറ്റായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള രീതിക്ക്. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്താണ്, അതായത് ഞാൻ റൂമിൽ പ്രസൻറ്റേഷന് വേണ്ടി റെഡി ആവുന്ന ആ ഒരു സമയത്താണ് ഡോക്ടർ റൗണ്ട്സിന് വരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ എല്ലാ റൂമിലും റൗണ്ട്സിന് കയറി എൻ്റെ റൂമിലെത്തിയപ്പോൾ എൻ്റെ റൂം തുറന്നു നോക്കി. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ഡ്യൂട്ടീസും കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ പ്രസൻറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനെ വിശ്വാസമായില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, എന്നെ ആ റൂമിൽ പൂട്ടിയിട്ടിട്ട് പുള്ളിക്കാരൻ പോയി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പോൾ പിന്നെ എന്തിനാ ഈ കാര്യം കാണിക്കുന്നതെന്നായിപ്പോയി എനിക്ക്. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റ് വിൻഡോ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമിലെ പേഷ്യൻസിനെ കാണാമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പേഷ്യൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് ഡോക്ടർ എന്നെ ലോക്ക് ചെയ്തിട്ടേക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ എനിക്കറിയില്ല, നിങ്ങളൊന്ന് വന്ന് തുറന്നു തരാമോ എന്ന് ചോദിച്ചു. അവർ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആക്ച്വലി ഈ ഡോക്ടറുടെ ഒരു ബിഹേവിയർ വെച്ചിട്ടാണെങ്കിൽ പ്രൊഫഷണലി നല്ലൊരു അടിപൊളി ഡോക്ടറാണ്. എന്ത് ട്രീറ്റ് ചെയ്താലും നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, നല്ല അറിവുള്ള ആളാണ്. പക്ഷെ ബിഹേവിയർലി തനി മൊരടനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡോക്ടർ റൗണ്ട്സിന് വരുവാണെങ്കിൽ നഴ്സുമാരൊക്കെ സ്റ്റുഡൻസിന് മോളെ എവിടെയെങ്കിലും പോയി ഒളിച്ചു നിന്നോ എന്ന് പറഞ്ഞാണ്, അതായത് അവിടെ നിർത്താറില്ല വാർഡിൽ. അത്രയ്ക്ക് ഭയങ്കര ഒരു ദേഷ്യ സ്വഭാവമാണ്. അതുപോലെ തന്നെ നഴ്സുമാർക്കാണെങ്കിലും പേടിയാണ്. പിന്നെ ഞാൻ ഈ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് വേറൊരു കാര്യം ഫേസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറൊരു വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ ഫസ്റ്റ് ഡേ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഫോൺ ഓൾറെഡി ബെല്ലടിച്ചു, റിങ് ചെയ്തു. അപ്പോൾ ഞാനാണ് ഫോൺ പോയി എടുത്തത്, വേറെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കേൾക്കേണ്ട കാര്യം ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ സ്റ്റുഡൻ്റ് ആണ് എന്ന് ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു, അവിടെ വിവരമുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി സെയിം ഡോക്ടർ തന്നെയാണെന്ന്. ശരിക്കും എനിക്ക് ഫോൺ എടുക്കാൻ പിന്നീട് എനിക്കൊരു ട്രോമയായിട്ട് മാറി. കാരണം അന്ന് നമ്മുടെ ഇന്നസെൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയാലും ഫോൺ എടുക്കില്ല, അങ്ങനെയായിരുന്നു. കുറച്ച് നാളത്തെ എൻ്റെ വർക്കിംഗ് സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ ആ ഒരു ട്രോമ മാറ്റിയെടുത്തത്. പക്ഷേ എന്താണോ പുള്ളി എന്നെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചത് അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, അങ്ങനെ ഒരു കാര്യം. അതുപോലെ തന്നെ എനിക്കൊരു പ്രാക്ടിക്കൽ എക്സാം ടൈമിൽ സെയിം ഡോക്ടർ സെയിം വാർഡ്. അപ്പോൾ ഞാൻ പതിവുപോലെയല്ല എക്സാം ടൈമിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ ഡയഗ്നോസ് എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വേണം എഴുതാൻ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റൗണ്ട്സിന് വന്നത് ഈ സെയിം ഡോക്ടർ. അപ്പോൾ പേഷ്യൻസ് എന്തോ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആക്ച്വലി ഇൻഹേലർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം,
പേഷ്യൻറ്റിനോട്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ അത് യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഇനി അത് യൂസ് ചെയ്യരുത്. പക്ഷേ ഈ ഡോക്ടർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഹേലർ എടുത്ത ഒരൊറ്റ ഏറ് പറന്നു പോയത് എൻ്റെ പേപ്പറിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് എക്സാം നിർത്തി ഇങ്ങനെ നോക്കുവാണ് ആരിത് എറിഞ്ഞെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ കാണുവാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് പറയാനുള്ളത്, നിങ്ങൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒന്ന് ഈക്വലി ട്രീറ്റ് ചെയ്യുക. അതായത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ആ പഴയ കാലത്തിൽ കൂടെ പഠിച്ചു വരുന്ന ആ ഒരാൾക്കാരാണ് ഞങ്ങളും. അതുകൊണ്ട് തന്നെ അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ അവരെ പേടിപ്പിക്കാനോ ദേഷ്യപ്പെടുത്താനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വലിയ വലിയ ട്രോമാസ് വീഴും. പിന്നെ അതിൽ നിന്ന് ഒരു റിക്കവറി വരുന്നൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആ കർമ്മയില്ലേ അത് തിരിച്ചു കിട്ടും. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇനിയെങ്കിലും ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പെരുമാറരുത് പ്ലീസ്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ ഒരു ഡോക്ടർക്ക് നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങളുടെ മക്കളാണ് എൻ്റെ സ്ഥാനത്തിലിരുന്നെങ്കിൽ അവർക്ക് ഉണ്ടാകുന്നൊരു ട്രോമ വരുമ്പോഴത്തേനും എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ്? എന്തായിരിക്കും? ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പെരുമാറുമ്പോഴത്തേനും എല്ലാവർക്കും ഈക്വലായിട്ട് പെരുമാറുക. പിന്നെ ഞാനിവിടെ ആളുടെ പേരൊന്നും നോട്ട് ചെയ്തില്ല, പക്ഷെ എന്തെങ്കിലും ക്ലൂ കൊടുക്കണമല്ലോ, കാരണം എനിക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് അന്ന് കിട്ടിയിരുന്നത്. അപ്പം ഞാൻ പറയാം, TPRലുണ്ട്, TRPയിലില്ല. പിന്നെ ഇത് വെറും ആൽഫബറ്റിക് ഓർഡറാണ്. നിങ്ങൾ ഊഹിച്ച് ഓരോ പേര് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വ്യക്തിഹത്യക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പം ശരി, ഓക്കെ, ബൈ.